എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഇഡ്ഡലിയും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. നല്ല രുചിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഗാർലിക് ചട്നിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചട്നിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഉള്ളി ഇതുപോലെ ചെറിയതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വെളുത്തുള്ളിയാണ്. ഇതുപോലെ 1 കപ്പ് അളവിൽ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പാണ്. സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ അളന്നിട്ടെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവ പൂർണ്ണമായിട്ട് മാറി വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഇത് 2 കിലോ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ചെറിയൊരു ഫ്രൈ പരുവത്തിനായി വരുന്ന ഒരു രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തീ ഒരുപാടങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇത് കണ്ടല്ലോ ഈ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് റെഡിയായി വന്നാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 14ഓളം കാശ്മീരി മുളകാണ്. ഇതുപോലെ പിരിയൻ മുളക് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു മുളകും ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതുപോലെ പുളിയാണ്. വാളൻ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് പുളിയൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തീരെ ചെറിയ കഷ്ണം ശർക്കരയാണ്. ശർക്കര ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇതിൽ തീരെ ചെറിയ 2 കഷ്ണം ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ മുഴുവനായിട്ടുള്ള ഒരു കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളകാവുമ്പം അധികം എരിവ് ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു ചട്നിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു എരിവുള്ള മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് സാധാ വറ്റൽമുളക് വേണമെങ്കിലും ആ ഒരു കാശ്മീരി മുളകിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സഡ് ഈ ഒരു ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം തന്നെ മാറ്റി കൊടുക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് അരച്ചിട്ടെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അരച്ചിട്ടെടുക്കാനാണ്. ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു പാകത്തിന് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇതുപോലെ നിന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കൂടിയും പോകരുത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചട്നിയില്ലേ ആ ഒരു ചട്നി ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയെടുത്താൽ മതി. ലാസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടിയൊക്കെ പുളി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗാർലിക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇഡ്ഡലിക്കൊപ്പോ അല്ലെങ്കിൽ ദോശയോ ചോറോ കൂടാതെ നമുക്കിത് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെളുത്തുള്ളി വെച്ചിട്ട് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.